അയ്യോ കച്ചറ കളിക്കല്ലേ മറ്റു പറയല്ലേ തെറ്റിയാ പൊന്നു തെറ്റിയാ മുझे ചീത്ത പയ്യൂലേ പിച്ചല അമ്പർ ചീത്ത പയ്യോന്നെ പിച്ചാലിട്ടാ അമ്മച്ചിന് ചീത്ത പിച്ചല തന്നെ അമ്പർ ചീത്ത പയ്യും ചോറിട്ടാ അപ്പം നമുക്ക് തുടങ്ങില്ലേ അപ്പം ഭയങ്കര 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 കൊത്ത് ഭയങ്കര പ്രശ്നമായിട്ട് ഉണ്ടല്ലോ അമ്മച്ചി പയ്യട്ടെ ഇപ്പോൾ അവിടെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് ഇന്ന് വെച്ച് വണ്ടി മേലെ പോയിക്കണത് ടോപ്പാൻ്റെ ലോറി ഇവിടെ ഉണ്ട് അതൊക്കെയാണ് അനുവിൻ്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പയ്യണ്ട എന്താണ് ഒരു പാട്ട് പാടി കൊടുക്കും അമ്മച്ചിയുടെ കൂട്ടുകാർക്ക് ഉമ്മ ഇപ്പം പാട്ട് പാടി കൊടുത്തേ സൈക്കിളുണ്ട് അനുവിന് സൈക്കിളുണ്ട് ഞാൻ സൈക്കിൾ എടുത്തിട്ടില്ല അപ്പം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ വിശേഷങ്ങൾ പറയാൻ ഞാൻ മാത്രമല്ല നമ്മുടെ അനുബേബിയും കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു മോട്ടിവേഷനും പിന്നെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ സാഡായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ നമ്മുടെ വിശേഷങ്ങൾ പറയണ്ടേ അപ്പോൾ 4 ദിവസമായിട്ട് ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ മക്കളെ കറണ്ട് ഇല്ല വെച്ചാൽ രാവിലെ 9 മണിക്ക് പോയാൽ പിന്നെ ഒരു 6-6:30 ഒക്കെ ആകുമ്പോഴാണ് കറണ്ട് വരല് അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നമ്മളെ റൂമിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പുറത്തുനിന്നാണ് ചെയ്യാറുള്ളത് മഴയൊക്കെ ചാറുന്നുണ്ട് അപ്പോൾ അനുബേബിയും കൂടി ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം വീഡിയോ ചെയ്യാൻ നിന്നപ്പോൾ അനുവിൻ്റെ സെൽഫി സ്റ്റാൻഡും ഇതൊക്കെ കൂടി തട്ടിമറിച്ചിട്ട് ആകെ പ്രശ്നമായി എന്നിട്ട് അനു അവിടെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയിട്ട് ഇപ്പോൾ അനു വന്നിരിക്കുകയാണ് അല്ലേ അനു അല്ലേ പയ്യോ ഓക്കെ പയ്യ ഓക്കെ അങ്ങനെ വന്നതാണ് അനുപ്പോൾ വീണ്ടും കച്ചറ കളിക്കുന്നുണ്ട് ഇവിടെയൊക്കെ തട്ടിമറിച്ചിടുന്നുണ്ട് അപ്പോൾ അങ്ങനെ രാവിലെ നമ്മളെ ഉണ്ണിമോളും റെബിയും നമ്മുടെ മുത്തുച്ചിയും മണ്ണുണ്ണി നമ്മളെ ഇസമോളാട്ടോ മണ്ണുണ്ണിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റക്കായിട്ടോ ഞാനും അനു മാത്രമായി സ്കൂളില്ലാത്തപ്പോഴാണെങ്കിൽ അനുവിന് നല്ല ഹാപ്പിയായി മുട്ടായി വാങ്ങൂട്ടോ അവർ വരുമ്പോൾ കുറേ മുട്ടായിയൊക്കെ കൊണ്ടുവരും അല്ലേ നമുക്ക് പിന്നെ എന്താ കൊണ്ടുവരിക ആരോ വിച്ചിനുണ്ടല്ലേ കൊച്ചേൻ്റെ എടുക്കാം അല്ലേ അപ്പം നമ്മൾ മുട്ടായിയൊക്കെ വാങ്ങിയിട്ടാണ് അവർ വരിക കേട്ടോ അപ്പം നമ്മൾ അനു കച്ചറ കഴിച്ചിട്ട് ലാസ്റ്റ് ഇപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് തരാനുള്ള മോട്ടിവേഷൻ എന്താണെന്നറിയോ നമ്മൾ എവിടെയും ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറ്റത്തെത്താനാവും അപ്പോഴായിരിക്കും വീണ്ടും ഇടിഞ്ഞു പൊടിഞ്ഞു വീഴുക അപ്പോൾ നമ്മൾ ശരിക്കും ആയിഞ്ഞ് നടക്കില്ല അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ആക്കുമ്പോൾ പിന്നെ നമുക്ക് വേണ്ടാന്ന് തോന്നും അങ്ങനെ ഒരിക്കലും നമ്മൾ വേണ്ടാന്ന് ചിന്തിക്കരുത് കേട്ടോ ഞാനത് എത്തിക്കും എനിക്കത് പറ്റും എന്നെക്കൊണ്ട് അത് കഴിയും നിങ്ങൾ മനസ്സിലങ്ങോട്ട് വിശ്വസിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കൽ തുടങ്ങിയിട്ടേ 2 മണിക്കൂറായി ആകെ ഒരു 4-5 മിനിറ്റിൻ്റെ കാര്യമാണ് അനു കച്ചറ കളിക്കും അതുപോലെ അങ്ങനെ ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഫോണ് ഞാനിങ്ങനെ അല്ലെങ്കിൽ പുട്ടുംകുറ്റിയിലാണ് ഈ സെൽഫി സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് വീഡിയോ എടുക്കണം കേട്ടോ വിറ്റാണ് എൻ്റെ സെൽഫി സ്റ്റാൻഡിൻ്റെ കാല് ഓള് കാരണമുണ്ട് ട്രൈപോഡിൻ്റെ കാല് ഓള് പൊട്ടിച്ച് പിന്നെ വാങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും പുട്ടുംകുറ്റിയിൽ ഇറക്കി വെക്കും കുറേ പേപ്പറൊക്കെ കുത്തിത്തരിച്ചിട്ട് പുട്ടുംകുറ്റിയിൽ ഇറക്കി വെക്കും ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓൾ ആൻറ്റി അവിടെ നിന്ന് ചേച്ചി വിളിച്ചപ്പോൾ അനു ഓടുമ്പോൾ ഇതൊക്കെ കൂടി താഴത്ത് വീട് അങ്ങനെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ എന്തെങ്കിലും ഇടയ്ക്ക് ബ്ലാക്ക് അടിക്കും പിന്നെ 4 കുത്തുകുറ്റിയിൽ ശരിയാവും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണിപ്പോൾ അപ്പോൾ എത്ര പ്രതിസന്ധിയിലൂടെ കടന്നിട്ടാണെന്നറിയാം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അങ്ങനെ എല്ലാവരും ചിന്തിക്കുക നമ്മളൊന്നിനും കഴിയൂല അത് പറ്റൂല നടക്കൂല എന്ന് വിചാരിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല ബട്ട് നമ്മളെ കൊണ്ട് അതൊക്കെ നടക്കും ഞാനത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ നടക്കും ഇപ്പം ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു തൂണുണ്ട് ആ തൂണിൻ്റെ അവിടെ ഈ പൊട്ടി ട്രൈപ്പോഡ് ചാരി വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഈ സംസാരിക്കുന്നത് അതാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കേട്ടോ റൂമൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല റൂമൊന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുട്ടുംകുറ്റിയും ട്രൈപ്പോഡൊക്കെ കൂടി താഴ്ത്ത് വീണത് അതങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഞാൻ മക്കളെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആകെ ഒറ്റക്കാണ് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവർ രാവിലെ എല്ലാവരും കൂടെ സ്കൂളിൽ പോകും റബിയും ഉണ്ണിമോളും നമ്മളെ ഉണ്ണുണ്ണിയൊക്കെ കൂടി പോകും ഉണ്ണി എന്ന് പറയുന്നത് ഈസമോളാട്ടോ ഉണ്ണിമോളുടെ പേര് ഹിബ ഫാത്തിമ എന്നാണ് മോൻ്റെ പേര് സൽമാൻ റബീഹ് എന്നാണ് അപ്പോൾ മുത്തുക്ക് ഇവരൊക്കെ കൂടി ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഇവരെല്ലാവരും പോകും മുത്തുക്ക് 8:30 ആകുമ്പോൾ പോകും പിന്നെ ഇവരൊരു 9 മണിക്ക് പോയാൽ പിന്നെ ഞാനും അനു മാത്രമായിരിക്കും അപ്പോൾ ചേച്ചി ഉണ്ടെങ്കിൽ ചേച്ചി അനുവിനെ നല്ല നോക്കൂട്ടാ അപ്പോൾ ഞാൻ കുറച്ച് ഫ്രീ ആവും അപ്പോഴേക്കും എനിക്ക് വീഡിയോ എടുക്കാൻ വലിയ പ്രശ്നമില്ല ഇടയ്ക്ക് വരുമ്പോഴേ ഉള്ളൂ പ്രശ്നം വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ വരുമ്പോട്ടെ അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് എടുക്കാനൊക്കെ കഴിയും പക്ഷെ ചില ദിവസങ്ങളാണ് ഭയങ്കര കച്ചറയാണ് പക്ഷെ എനിക്കത് ഇഷ്ടമാട്ടോ ഞാൻ എൻ്റെ മക്കളൊക്കെ വലുതായപ്പോൾ എനിക്കൊരു ഇവരൊക്കെ സ്കൂളിൽ പോയാൽ എനിക്കൊരു എൻ്റർടൈൻമെൻറ്റ് അന്ന് യൂട്യൂബില്ലല്ലോ എൻ്റർടൈൻമെൻറ്റിൻ്റെ മോൾ അങ്ങനെയൊക്കെ ഒരു ആഗ്രഹത്തിലാണ് നമ്മൾ അനുമോൾ കേട്ടോ അങ്ങനെ ഭയങ്കര വിറ്റാണ് ഇപ്പോൾ ആളിനെ ഭയങ്കരമായിട്ട് ഇടങ്ങാറാക്കിക്കൊണ്ടിരിക്കും പക്ഷെ ഞാനതൊക്കെ ആസ്വദിക്കുകയാണ് നമ്മളെ മക്കളുടെ ഈ ഒരു പ്രായത്തിലുള്ള കളിയും ചിരിയൊക്കെയാണ് ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ ഐ എം സോ ഹാപ്പി വെരി ഹാപ്പിയാണ് ഈ ലൈഫ് ഒരു എൻജോയ്മെൻറ്റ് തന്നെ കേട്ടോ കാരണം നമ്മളെ മക്കളായിട്ടുള്ളത് കേട്ടോ മക്കളെ ഈ ഒരു പ്രായമൊക്കെ ഉണ്ടല്ലോ നമ്മളെ ലൈഫിൽ നമുക്ക് അവർ വലുതായി കഴിഞ്ഞാലും ഓർക്കാൻ പറ്റിയ ഒത്തിരി നല്ല നല്ല ഓർമ്മകളുണ്ടാവും
അങ്ങനെയൊക്കെയാണ് ആ വിശേഷങ്ങൾ. പിന്നെ നിങ്ങളടുത്ത് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇന്ന് പുട്ടും കറിയായിരുന്നു. പുട്ടും കുമ്പളങ്ങ കറി കേട്ടോ. എല്ലാവരും വിചാരിക്കും പുട്ടും കടലൊക്കെയായിരുന്നു. പുട്ടും കടലൊന്നല്ല, കുമ്പളങ്ങ കറിയായിരുന്നു. രാത്രി കുമ്പളങ്ങ കറി കഴിച്ചു. അതെന്താ വെച്ചാൽ 2 ദിവസമായിട്ട് വെറും ചിക്കൻ തന്നെ. ഇവിടെ കുറച്ച് കോഴിയുണ്ട് മക്കളെ. ആ കോഴി കൊണ്ട് ഞങ്ങൾ ഇടങ്ങാറായി. മഴയല്ലേ, അതാണില്ല മുട്ടക്കോഴി. നാടൻ കോഴിക്കാണ് ഇത്തിരിയെങ്കിലും വൃത്തി ഉണ്ടാവും. ഈ മുട്ടക്കോഴിനെ കൂടൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ വീടൊന്നല്ലല്ലോ, നമുക്ക് ഈ കോഴിക്കാട്ടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാനുള്ള സാഹചര്യമില്ല. അപ്പോൾ അത് മഴ പെയ്തിട്ട് ആകെ കോഴിക്കാട്ടൊന്നും അറിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ലാസ്റ്റ് മുത്തുക്ക് ഇടങ്ങേറായിട്ട് ഇന്ന് ഇതാൾ സെറ്റാക്കി തന്നിട്ടില്ല. ഇടങ്ങേറായിട്ട് എന്നോട് പറഞ്ഞു പിന്നെ ഇച്ചി കൊണ്ട് ഇന്നെ മിനാന്നിട്ട് വിളിക്കാം ചേച്ചി അറക്കുന്നു. അങ്ങനെ ആദ്യം നമ്മൾ 3 എണ്ണം അറുത്ത്, അത് കഴിഞ്ഞിപ്പോൾ മിനിയാന്ന് 3 എണ്ണം അറുത്ത്, എന്നിട്ട് ഇന്നലെ അത് കറിയും പൊരിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ 2 ദിവസം ഇതൊക്കെ ആയപ്പോൾ ആൾ പറഞ്ഞു ഇന്ന് പച്ചക്കറി ആക്കാറുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി കറി വെച്ചതാണ്. ഇന്നിപ്പോൾ ഞാനും അവനും ഉച്ച വരെ ഉണ്ടാവുള്ളൂ. നമ്മളെന്നും വൈകിട്ടാട്ടോ കുക്ക് ചെയ്യുക. വൈകിട്ട് മുതുകൾക്ക് ചൂടോടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൈകിട്ട് ഒരു 6:30 7 മണിയൊക്കെ ആകുമ്പോൾ അടുക്കളയിൽ കയറിയാൽ പിന്നെ ഒരു 9 മണി വരെ എൻ്റെ ഡ്യൂട്ടി അടുക്കള ഡ്യൂട്ടിയാണ്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളെ ഈ റംനയുടെ വിശേഷങ്ങൾ. അപ്പോൾ നാളെ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ.